മരണപ്പെട്ടുപോയ ഒരാളുടെ കുടുംബങ്ങൾക്കൊപ്പം തന്നെ ഈ കേരളം മുഴുവൻ കരഞ്ഞുപോയൊരു സംഭവമാണ് ADM നവീൻ ബാബുവിൻ്റെ മരണം. അത് മരണമാണോ അല്ല കൊലപാതകമാണോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും. അത് അന്ന് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയൻ്റെ പാർട്ടിക്കാരും സന്തത സഹചാരികളുമായ വമ്പന്മാരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതുകൊണ്ട് ഒരന്വേഷണത്തിനും അവർ തയ്യാറായിരുന്നില്ല. പിണറായിയും പി ശശിയും പറഞ്ഞെടുത്ത് നിൽക്കുന്ന കുറച്ച് പോലീസുകാരെ കൊണ്ട് അന്വേഷണം നടത്തിച്ചു. എല്ലാം തൃപ്തികരം ഈ അന്വേഷണത്തിൽ എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. അതുകൊണ്ട് CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഉറപ്പാക്കി വച്ചു. എന്നാൽ ഇപ്പോൾ ഭരണം മാറിയിരിക്കുന്നു. ഭരിക്കുന്നത് VD സതീശനാണ്, UDF ആണ്. ADM നവീൻ ബാബുവിൻ്റെ വിധവ അടക്കമുള്ളവർ, മക്കളടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ പോയി ഇന്ന് കാര്യം പറഞ്ഞു. അതോടെ കണ്ണൂരിലെ CPM കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തീ പിടിച്ചിരിക്കുകയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ PP ദിവ്യയ്ക്ക് പണി വരുന്നു എന്നുറപ്പാക്കുന്നതായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ ഫലം എന്നാണ് അറിയുന്നത്. അതായത് മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം ഉറപ്പായിരിക്കുകയാണ്. നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുമായി സംഭവം നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേസ് CBIക്ക് കൈമാറാൻ ഭരണതലത്തിൽ അതിവേഗ തീരുമാനമുണ്ടാകും എന്നുള്ള ഉറപ്പ് കിട്ടിയത്. നിങ്ങളുടെ തീരുമാനമാണ് ഈ സർക്കാരിൻ്റെ തീരുമാനമെന്ന് മുഖ്യമന്ത്രി സതീശൻ മഞ്ജുഷയ്ക്ക് നേരിട്ട് ഉറപ്പ് നൽകുകയായിരുന്നു. അതോടെ ഉറ്റവരുടെ കണ്ണ് നിറഞ്ഞുപോയി. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എല്ലാവരും കൊത്തിവലിക്കാൻ നോക്കിയതല്ലാതെ ഭരണതലത്തിൽ നിന്നും ഒരു നല്ല വാക്ക് കേൾക്കുന്നതും ഒന്ന് ചേർത്തു നിർത്തുന്നതും ഇതാദ്യമായിട്ടാണ് ആ കുടുംബത്തെ. റാന്നി MLA ആയ പഴകുളം മധുവാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന് പഴകുളം മധു MLAക്ക് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. നവീൻ ബാബുവിൻ്റെ കുട്ടികളോടും കാര്യങ്ങൾ തിരക്കിയ മുഖ്യമന്ത്രി എല്ലാ ഉറപ്പും നൽകിയിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കിട്ടിയ ഈ പുതിയ നീക്കത്തോടെ കണ്ണൂരിലെ CPM നേതൃത്വവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും കടുത്ത നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നുമുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കടുത്ത നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതികളെല്ലാം നടന്നുവെങ്കിലും കയറി ഇറങ്ങിയെങ്കിലും എല്ലായിടത്തു നിന്നും തള്ളുകയായിരുന്നു. നിരാശയോടെയാണ് ജീവിച്ചതവർ ഇതുവരെ. അതിനെല്ലാം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പായിരുന്നു. ഇപ്പോഴത്തെ സംസ്ഥാനതല അന്വേഷണം നടക്കുന്നത് വളരെ തൃപ്തികരമാണ് എന്നുള്ള വാദം എല്ലാ കോടതികളിലും പിണറായി സർക്കാർ പറയുകയായിരുന്നു. അതെല്ലാം കോടതി അംഗീകരിച്ചുകൊണ്ടിരുന്നു. അതങ്ങനെ നടക്കുകയുള്ളൂ. കാരണം സംസ്ഥാന സർക്കാരിനെ എതിരെ പറയാൻ കോടതിക്ക് അങ്ങനെ കഴിയില്ല. എന്നാൽ ഇനി അതല്ല കാര്യം. ഇനി UDF സർക്കാർ എല്ലാ സഹായവും അവർക്ക് നൽകിക്കഴിഞ്ഞു. കേസ് കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നതോടെ CPMൻ്റെ കണ്ണൂർ നേതൃത്വത്തിൻ്റെ ഇതുവരെ ഉണ്ടായ രാഷ്ട്രീയ സ്വാധീനങ്ങൾ അപ്രസക്തമാകുമെന്നാണ് വിലയിരുത്തൽ. സഭയ്ക്കുള്ളിലും പുറത്തും വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയ ഈ കേസിൽ പ്രതിപക്ഷത്തിരിക്കുന്ന CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും PP ദിവ്യക്കെതിരെയുള്ള കുരുക്ക് മുറുക്കാനും പുതിയ UDF സർക്കാരിൻ്റെ ഈ അതിവേഗ തീരുമാനം വഴി തുറക്കും. വരും ദിവസങ്ങളിൽ CBI ഔദ്യോഗികമായി കേസ് ഏറ്റെടുക്കുന്നതോടെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുറപ്പാണ്. കാരണം ഇത് പിണറായി സംഘങ്ങളുടെ ബിനാമികളുടെ കളിയാണ്. അനധികൃതമായി എന്തും ചെയ്യാമെന്ന് കരുതുന്ന പിണറായി സംഘങ്ങൾക്ക് കണ്ണൂർ എന്ന അവരുടെ ചുവന്ന കോട്ടയിൽ തടസ്സമായി നിന്നത് ADM നവീൻ ബാബു ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഇല്ലാതാക്കുക വഴി ഇവരുടെ തട്ടിപ്പുകളെല്ലാം ശരിക്കും നടക്കുമെന്നവർ കരുതിപ്പോയി. പക്ഷേ അത്രയ്ക്കും വലിയ ഉദ്യോഗസ്ഥനെ ഇല്ലാതാക്കുക അത്ര എളുപ്പമല്ല എന്നിരിക്കെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് കൊല്ലാതെ കൊല്ലുകയായിരുന്നു അവർ. അതിൽ PP ദിവ്യ എന്ന ഒരു നേതാവ് മാത്രമല്ല, പെട്രോൾ പമ്പ് തുടങ്ങുന്നവരും ബിനാമികളും എല്ലാം കുടുങ്ങുമെന്നുറപ്പായ ഒരു കേസിൽ അവസാന നിമിഷം നടന്നത് മരണമോ ആത്മഹത്യയോ അല്ല കൊലപാതകമോ എന്ന് അറിയാൻ, എന്താണ് നടന്നതെന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്.